311 rupees. Marine Drive. 311 rupees. 300 and Marine Drive. 100. 1 കിലോമീറ്റർ പോകാനായിട്ട് 165 രൂപ. 165 rupees. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഒരു 10 മണി ആയിട്ടുണ്ട്. ഇന്ന് 19-ാം തീയതിയാണ് ഓഗസ്റ്റ്. കറക്റ്റ് ഒരാഴ്ച ഉണ്ട് ഇനി ഓണം ആവാനായിട്ട്. അടുത്ത ബുധനാഴ്ച തിരുവോണമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓട്ടം ഉണ്ടാവും. ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്യണ്ട, നമ്മൾ ഈ സർജിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. പക്ഷേ ഓൺലൈനിലാക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരിക്കും. ഓൺലൈനിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടിയിൽ CNG കുറവാണ്. CNG ഇല്ലാണ്ട് ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഉള്ളിലേക്കൊക്കെ ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പോൾ അതുകൊണ്ടിട്ട് ഫസ്റ്റ് പമ്പിൽ പോയിട്ട് CNG ഫില്ല് ചെയ്ത് അതാകുമ്പോൾ പിന്നെ വൈകിട്ട് വരെ ഒന്നും നോക്കണ്ട, കിടന്നങ്ങോട്ട് ഓടിയാൽ മതി. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഓട്ടം ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി ഓണത്തിൻ്റെ ഒരു തിരക്ക് ആയതുകൊണ്ടിട്ട് ഈ ഒരാഴ്ച, ഇനിയുള്ള ഒരാഴ്ച, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയും അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടം ഉണ്ടാവുമെന്നാണ് വിചാരിക്കണത്. പിന്നെ ഓട്ടത്തിൻ്റെ ഒരു ചാകര ഇരിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ. പിന്നെ ഇത് പൊതുവെ എല്ലാ ദിവസവും ഉള്ളതാണ് ഈ ടൈമിന്. ഈ ടൈം കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല. എന്നാലും അത്യാവശ്യം ഓട്ടം ഉണ്ടാവും. ഇപ്പോൾ ഈ സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം അങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടിട്ട് അത്യാവശ്യം ഈ ആഴ്ച നല്ല ഓട്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം ഇന്ന് നമുക്ക് എത്ര രൂപ ഓടാൻ പറ്റും, അങ്ങനെയുള്ള എന്തൊക്കെ വള്ളി വരും, എത്ര ട്രിപ്പ് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാം. ഇതേടാ CNG നമുക്ക് 2 കട്ടയും കൂടി ഉള്ളു. CNG അടിച്ചില്ലെന്നാണെങ്കിൽ പണിയാവും. ഇതേണ്ട ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചറപറ ട്രിപ്പ് അടിച്ചിട്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തപ്പോഴത്തേക്കും അടിച്ചതാർന്ന്. ഓൺ ചെയ്തൊരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ട്രിപ്പ് അടിക്കാൻ തുടങ്ങും. കാക്കനാടേക്ക് 363 രൂപ അടിക്കണം. CNG ഇത് കണ്ടില്ലേ, 2 കട്ടയും കൂടിയുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എടുക്കാത്തത്. ഇതുണ്ട സർജൊക്കെ കണ്ടിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് സങ്കടം വരുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ പോയി, അധികം സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് CNG അടിച്ചിട്ട് ഓടാനുള്ള പരിപാടി നോക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ റെഡ് കളറൊക്കെ പോകും. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോർത്ത് പറവൂരേക്ക് 26 കിലോമീറ്റർ 544 രൂപ. എന്തായാലും ഓഫ്ലൈനിലാക്കിയിട്ട് റാപ്പിഡോ ഓൺ ചെയ്താൽ റാപ്പിഡോ ഇതേപോലെ തന്നെ അടിച്ചിട്ടുണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ പോയി CNG അടിച്ചിട്ട് ഓടാനുള്ള പരിപാടി നോക്കട്ടെ. സർജി ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് CNG ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും പോകുമായിരിക്കും. പേട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള CNG പമ്പിൽ അത്യാവശ്യം തിരക്കുണ്ട്. റോഡിലാണ് വണ്ടി കിടക്കണത്, ബാക്കിലും വണ്ടികളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, വെയിറ്റിംഗ് ആണ്. ഒരു 10-20 മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു എന്തായാലും അടിച്ചു കഴിയാൻ നേരത്ത്. എന്നിട്ട് വേണം നമുക്ക് ഓൺലൈനിലാക്കിയിട്ട് പിന്നെ സറപറ ട്രിപ്പ് എടുക്കാൻ. രാവിലെ അടിച്ചിട്ട് കണ്ടല്ലോ, ഇപ്പം കിടന്ന് ഓടി പൈസ ഒപ്പിക്കാറുണ്ട്. എന്ത് ചെയ്യാനാ, വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫുൾ ടാങ്ക് CNG ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പേട്ട മെട്രോ സ്റ്റേഷൻ അതിൻ്റെ അവിടെ ഉണ്ട്. സർജൊന്നും പോയിട്ടില്ലെന്ന് തോന്നണം. ഓൺലൈനിലാക്കിയേക്കാം. ഒരു 688 രൂപക്കാകുമ്പോൾ CNG അടിച്ചത്. റാപ്പിഡോയും കൂടി ഓൺ ചെയ്തേക്കാം. ഇപ്പം തന്നെ അടിക്കും, അടിക്കാണ്ട് എവിടെ പോവാനോ. ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂൾ ഇന്നും നാളെയായിട്ടൊക്കെ 20-ാം തീയതിയാണോ 19-ാം തീയതിയാണോന്ന് അറിയില്ല, സ്കൂളൊക്കെ പൂട്ടുന്നുണ്ട്. സ്കൂളൊക്കെ കൂടി പൂട്ടി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചെറിയ പിള്ളേർക്കൊക്കെ ഇന്ന് ക്ലാസ് പൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടിക്കുന്നില്ലല്ലോ. CNG അടിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 10-20 മിനിറ്റ് പറ്റിയ പോസ്റ്റ് അടിച്ച് നമ്മ 20 മിനിറ്റ് എടുത്തില്ല, ഒരു 10-15 മിനിറ്റ് കൂടുതൽ പോസ്റ്റ് അടിച്ച്. ഇല്ലെങ്കിൽ ആ സമയത്ത് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. 8 കിലോമീറ്റർ 290 രൂപ. കുഴപ്പമില്ല. 22 മിനിറ്റ് ട്രിപ്പാണ് കാണിച്ചേക്കുന്നത്. 8 കിലോമീറ്റർ 290 രൂപ. പിക്കപ്പ് എത്ര? 1 കിലോമീറ്ററിൽ പിക്കപ്പ് ഉണ്ട്.
from Mijita. ഓക്കെ I Delhi Cafe. ഓക്കെ ശരി. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ പോയി പിക്ക് ചെയ്യട്ടെ. പെട്ടെന്ന് തന്നെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ട്രിപ്പ് എടുക്കാനുള്ള പരിപാടി നോക്കാം. വരുന്ന വഴിക്ക് തന്നെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മഴയൊക്കെ അടിച്ചിട്ടുണ്ട്, വലുതായിട്ടില്ല, ചെറിയൊരു മഴ. അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇന്നയിച്ചത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കറക്റ്റ് സർജൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കേട്ടോ, നല്ല ഡാർക്കായിട്ടുള്ള ഈ കളറിൽ അവിടെയാണ് ഫെയർ കൂടുതൽ നമുക്ക് കിട്ടുള്ളൂ, വലുതായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ കിട്ടിയത് നമുക്ക് 276 രൂപ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആണ് കണ്ടത്. 8.58, അതായത് 8.5 കിലോമീറ്റർ. അതിനാണ് നമുക്ക് 276 രൂപ കിട്ടിയത്. അത് നമ്മൾ സർജിൻ്റെ സ്ഥലത്തായതുകൊണ്ടിട്ടായിരുന്നു. ഈ ഡാർക്കായിട്ട് കാണിക്കണ ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മളുള്ളതെങ്കിൽ നമുക്ക് ഫെയർ കൂടുതൽ കിട്ടും അവിടെ നിന്ന്. ചില സമയം, എപ്പോഴല്ല, എന്നാലും സാധ്യത കൂടുതലാണ് അവിടെ നിന്ന് ഫെയർ കൂടുതലുണ്ടാവും. ഇപ്പോൾ ഇത് വേണ്ട, ഞാൻ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കും, നോർമൽ ഫെയർ ആയിരിക്കും. നോർമൽ ഫെയർ ഊബറിൽ കുറവാണല്ലോ, ഇങ്ങനെ സർജ് വരുമ്പോഴാണ് ഊബറിൽ നല്ല ട്രിപ്പ് അടിക്കണത്. റാപ്പിഡോ ഒന്നും അടിച്ചിട്ടില്ല, ഇപ്പോൾ ഓൺ ചെയ്തല്ല കേട്ടോ. ഊബറിൽ വന്ന വഴിക്ക് 2-3 ട്രിപ്പ് അടിച്ചു, ചെറിയ ചെറിയ ട്രിപ്പായിരുന്നു, 150 അങ്ങനെയൊക്കെ. ഞാൻ എടുത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇതേണ്ട, നമുക്ക് ആ സർജുള്ള ഏരിയയിലേക്കുള്ള നാവിഗേഷൻ കിട്ടും. നമുക്ക് വേണമെന്നാണെങ്കിൽ മാപ്പിട്ടിട്ട് പതിയെ അങ്ങോട്ട് മൂവ് ചെയ്ത് അവിടെ പോയി കിടക്കാം. അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, തൈക്കുടം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണില്ല, എനിക്ക് ഈ ട്രിപ്പ് എടുക്കാൻ പോണേ. ഇവിടെ നിന്ന് 150 മീറ്റർ ഞാൻ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് തന്നെ ആയിരിക്കും. എന്തായാലും ഒന്ന് നോക്കട്ടെ. ഇതുണ്ട്, അപ്പോൾ തന്നെ റാപ്പിഡോയിൽ അടിക്കൊണ്ട്. റാപ്പിഡോയിൽ ഞാൻ അത് എടുത്തില്ല, വേറെ ഒന്നും കൊണ്ടല്ല. 8.8 കിലോമീറ്റർ ഉണ്ടായുള്ളു. പക്ഷേ നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ അകത്തേക്കായിരുന്നു അത്. എടുത്താൽ മതിയായിരുന്നു. ഹലോ, ആ എവിടെയാ നിൽക്കുന്നത്? ജിയോ പമ്പ് ഓപ്പോസിറ്റ് അല്ലേ? സെസ്ക്ക് പക്കത്തില് താനേ? ഓക്കെ 1 മിനിറ്റ്. ശരി 1 മിനിറ്റ്. ഓക്കെ ബ്രോ. ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോയതായിരുന്നു, വിളിച്ചിട്ടും കിട്ടണ്ടായില്ല. ഇത് എവിടെയെന്ന് മനസ്സിലാവണില്ലാത്തൊരു സിറ്റുവേഷൻ ആവുന്നു. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ, ക്യാൻസൽ ചെയ്യണ്ടേന്. ഫൈബർ ടവറിലേക്ക് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ കസ്റ്റമർ എത്തി. നൈസായിട്ട് ഓഫ് ചെയ്തിടാം കുറച്ച് നേരം. 0822 അല്ലേ? ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ 14 കിലോമീറ്റർ ഉണ്ട്. 14 കിലോമീറ്റർ. ഞാൻ ഊബർ അത് ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വൈറ്റിലേക്കുള്ള ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും 199 കിട്ടി. പക്ഷേ ആളിട്ട ലൊക്കേഷൻ തെറ്റായിരുന്നു. പുള്ളി ചെന്നൈക്കാരനാണ്. അപ്പോൾ ഇവിടെ സ്ഥലങ്ങളൊന്നും അറിയില്ല ആൾക്ക്. ഇവിടുത്തെ ഇതിൻ്റെ ഓഫീസിലേക്കാണ് നമ്മൾ പോയത്. ഇതിൻ്റെ കമ്പനിയിലേക്കായിരുന്നു വരേണ്ടത്. കമ്പനി തിരുവാണിയൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഊബറിൽ 400 സംതിങ് കാണിച്ച്. ഈ എമൗണ്ട് കൂടാണ്ട് 400 സംതിങ് കാണിച്ചു. ഞാൻ ഓൾറെഡി ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടേ ആള് പറഞ്ഞിട്ട്. ട്രിപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്ക് ഓൾറെഡി വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞത് ഇങ്ങോട്ടാണ് വരാനുള്ളതെന്ന്. പിന്നെ ഞാൻ ഊബറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 410 രൂപ കാണിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പേയ്മെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞ് അടിച്ച ട്രിപ്പാണെങ്കിൽ ഫോട്ടോ വെച്ചിട്ടായിരുന്നു. പിക്കപ്പ് ആണെങ്കിൽ നല്ല ട്രാഫിക്കിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായി. 10 മിനിറ്റ് പിക്കപ്പ് കാണിച്ച്. അപ്പോൾ പിന്നെ ഞാൻ നൈസായിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഇത് കമ്മീഷൻ ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ അതെടുത്തത് ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പറഞ്ഞ് നമുക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേണും കൂടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ റിട്ടേൺ ട്രിപ്പ് നമുക്ക് യൂബറിൻ്റെ കമ്മീഷനൊന്നും ഇല്ലാണ്ട് കിട്ടുകയും ചെയ്യും.
അപ്പോൾ ഈ സർജ ഉള്ള പോലെ തന്നെ എല്ലായിടത്തും എറണാകുളത്ത് ട്രാഫിക് ഉണ്ട്. ഈ ഏരിയയൊക്കെ വലിയ ട്രാഫിക് ഇല്ലാത്ത ഏരിയ. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ സർജുള്ള ഏരിയ എവിടെയുള്ളതെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതേണ്ട ഒരു 2.7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സർജ് ഉണ്ട്. പോയാ എന്നാലും നമുക്ക് ആ ഒരു ഏരിയയിലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ട്രിപ്പ് അടിക്കും. അങ്ങനെ ആളെ പാലാരിവട്ടത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേ ഊബറും റാപ്പിഡോയും ഒന്ന് ഓൺലൈനിലാക്കിയിട്ടുണ്ട്. നമ്മൾ 2 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയപ്പോൾ ആളുടെ അടുത്ത് ഒരു 400 രൂപയാണ് അങ്ങോട്ട് കാണിച്ചത്, 410 രൂപ, ഇങ്ങോട്ടൊരു 500 രൂപ കാണിച്ചത്. ശരിക്കും ട്രിപ്പ് അടിക്കൊണ്ടല്ലോ. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അങ്ങനെ 900 രൂപ പറഞ്ഞാൽ പിന്നെ ഒരു ഇച്ചിരിയും കൂടി വേറൊരു സ്ഥലത്തും കൂടി കയറാനുണ്ടായി. ജസ്റ്റ് അധികം പോസ്റ്റ് ഒന്നും ഉണ്ടായില്ല, എന്നാലും ഒന്ന് വിവറേജിൽ പുള്ളി കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടി പോകാൻ വേണ്ടി 2-3 കിലോമീറ്റർ ഓടി. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് പുള്ളി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഒരു 1100 ഇട്ട് തന്നു. ഇത് രാവിലെ വൈകിട്ടിലേക്ക് ആ പുള്ളിയുടെ അടുത്ത ട്രിപ്പിൻ്റെ 302 രൂപ, ഇപ്പോൾ ഒരു 1100 രൂപ കൂടി ഇട്ട് തന്നിട്ടുണ്ട്. ഇത് 1:58 ആയപ്പോഴത്തേക്ക്. അങ്ങനെ അത് ഫോട്ടോച്ചിൽ ക്യാൻസൽ ചെയ്തിട്ട് ഇത് എടുത്തത് നന്നായി. അതേ ഊബറിൽ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ചിത്ര. എന്തായാലും ഈ ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് കളമശ്ശേരിയിലേക്കുള്ള അതിൽ ഒരു 210 രൂപ കിട്ടിയത്. 200 രൂപ കാണിച്ചത്. ഊബറിൽ നമ്മൾ ഇന്ന് 685 രൂപ ഓടിയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു 1100 രൂപ ഓടിയിട്ടുണ്ട്. എന്തായാലും ഇനി നൈസായിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഓർത്താണ്. എവിടെയെങ്കിലും നല്ല വിശക്കുണ്ട്. നമുക്ക് അധികം നേരം എടുത്തില്ല, ഇങ്ങോട്ട് പെട്ടെന്ന് എത്തി. 2:37 ആയപ്പോൾ എത്തി. നൈസായിട്ട് ഓഫ്ലൈനിലാക്കിയിട്ട് ഫുഡ് അടിക്കാനുള്ള ഒരു പ്ലാനാണ്. എന്നിട്ട് പാടില്ല, പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പോകാം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതേ വീണ്ടും എല്ലാം ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ആദ്യം ട്രിപ്പ് അടിക്കാത്ത ഏരിയ ആണ്. പോരാത്തിന് ഈ ഒരു ടൈമും കൂടി ആയതുകൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വരുമെന്ന് തോന്നണം ചെറുതായിട്ട്. അടിച്ചല്ലോ അപ്പോൾ തന്നെ അതാളം 2 കിലോമീറ്റർ പോകാനുള്ളത്. കിട്ടുമോയെന്നറിയില്ല. അങ്ങനെ എനിക്ക് വാച്ചൊക്കെ ഒന്ന് ബാറ്ററി മാറാണ്ട്, ഒരു വാച്ചിൻ്റെ പഴയ വാച്ച. അപ്പോൾ ഇതേ ഒരു കാർ അവിടെ കണ്ടപ്പോഴത്തേക്കും കാറ് മേടിച്ച് കൊച്ചിന് കൊടുക്കാനായിട്ട് കളിക്കാൻ. സ്പൈഡർമാൻ്റെ കാറ്. ഇത് കിട്ടിയിട്ടില്ല, രക്ഷയില്ല. അടിക്കും, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും, പക്ഷേ ഉറപ്പില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാൻ കുറച്ചറിയില്ല. എന്നാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പം തന്നെ വെണ്ണലൊക്കെ അടിച്ചിട്ടാ, അടിക്കൂലെന്ന് വിചാരിച്ച അപ്പം തന്നെ അടിച്ചു. ഭാഗ്യം ഇവിടെ നിന്ന് 1 മിനിറ്റേ ഉള്ളു പിക്ക് ചെയ്യാനായിട്ടാണെങ്കിലും. പെട്ടെന്ന് പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ചെളിക്കോട്ടത്തേക്കായിരുന്നു. ഓൺലൈൻ ട്രിപ്പായിരുന്നു. 202 രൂപ കിട്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തില്ല. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് അടിച്ച് ഇൻഫോ പാർക്കിൻ്റെ അങ്ങോട്ടേക്ക്. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കസ്റ്റമർ വിളിക്കൊണ്ട്. ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സർജായിരിക്കും. ബ്ലോക്ക് ഉണ്ടാവുമോയെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാമെന്ന് ഓർത്താം. പെട്ടെന്ന് തന്നെ അല്ലട്ടെ. അങ്ങനെ ആ സാറിനെ കൊണ്ടൊന്ന് ഇറക്കിയിട്ടുണ്ട്. വന്നവഴിക്ക് തന്നെ ഇത് ക്ലോസ് ചെയ്തല്ലാണ്. വന്നവഴിക്ക് തന്നെ 2-3 ട്രിപ്പൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ 4 കിലോമീറ്റർ റാപ്പിഡോ അടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി. തൃപ്പൂണിത്തറ 216, 178. ഇതേണ്ട 12 എനിക്കിനെ. അതിന് മുമ്പ് എനിക്ക് വേണ്ട. അതിന് യൂബറിൽ വരുന്ന വഴിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റാപ്പിഡോ ഓഫ് ചെയ്തിട്ട് വെച്ച്. നോക്കി ചവറ് പോലെ അടിച്ചിട്ടിരിക്കണം. 311 rupees. Marine Drive. 311 rupees. Marine Drive. ഊബറിൽ എനിക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 460 രൂപ കാണിച്ചത്. 165 rupees. Carnival Info Park Phase 1.
1 കിലോമീറ്റർ പോകാനായിട്ട് 165 രൂപ. 165 311 rupees. Marine Drive. ഒരു പണി ചെയ്യാം, നൈസായിട്ട് യൂബറിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ അടിച്ചോണ്ടിരിക്കും. 188 rupees. പെരുമ്പാവൂരൊക്കെ 300 and മറൈൻ ഡ്രൈവ് 100 ഓഫ് ചെയ്തിട്ടെ. 308 165 rupees. റാപ്പിഡോ ഓഫ് ചെയ്യാനും പറ്റില്ലല്ലോ. ഭാഗ്യം. കാക്കനാടാണ് ഇത്. കാക്കനാട് ഈ ടൈമിനൊക്കെ ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഊബറിൽ പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട്. കൊച്ചിയിലേക്കാണ് 20 കിലോമീറ്റർ കാണിച്ചത്. എന്തായാലും ഇത് അടുത്തന്നെ ഇത് വിൽക്കാന്ന് ഓർത്ത് 450 രൂപ റേഞ്ചാണ് കാണിച്ചത്. അത് തന്നെ വിൽക്കുക. ഊബർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 കിലോമീറ്ററിനൊക്കെ വല്ല 500 രൂപയൊക്കെ കാണിച്ചാൽ ഇപ്പോൾ സർജുള്ള കാരണം പറയാൻ പറ്റില്ലാണ് ഇത്. പക്ഷേ ഇത് ക്യാൻസൽ ചെയ്താലും പണിയാവും. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് തന്നെയായിരുന്നു. അതിൽ നമുക്കൊരു 447 രൂപ കിട്ടി. ടോട്ടൽ 1546 രൂപ. പിന്നെ ഒരു 1100 രൂപ നമ്മുടെ വേറെ കിട്ടിയതും കൂട്ടിയിട്ട് 2200 രൂപയ്ക്ക്. റാപ്പിഡോയിൽ ഇങ്ങനെ സർവർ അടിച്ചിട്ടുണ്ടെന്നിട്ട് ഞാൻ ഒരെണ്ണം പോലും എടുത്തില്ല. വേറെ ഒന്നുമല്ല, ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ടായി. പിന്നെ പിക്കപ്പൊക്കെ കുറച്ച് ദൂരെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചത്. പിന്നെ ഇത് നമ്മുടെ ഈ റൂട്ടിലേക്ക് തന്നെ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മാപ്പം നോക്കാണ്ട് പോരാലാന്ന് ഓർത്തിട്ട് ഷോർട്ട് കട്ടൊക്കെ കയറി പോകുന്നു. ഒരു 20 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ. 20 കിലോമീറ്റർ താഴെ ചിലപ്പോൾ ഓടേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ ഈ ട്രിപ്പിൽ. ചർച്ച ഉണ്ടായത് കൊണ്ടിട്ടാണ് ഒരു 450 രൂപ കിട്ടിയത്. പിന്നെ ഇവിടെ എന്താ എറണാകുളത്തൊക്കെ അത്യാവശ്യം നല്ല ചർച്ച ഉണ്ട്. നമ്മൾ നിൽക്കണത് ഇപ്പോൾ കൊച്ചിയിലാണ്. സാധാരണ വീടിൻ്റെ അങ്ങോട്ട് വന്നാൽ മടിയായിരിക്കും. ഇപ്പോൾ ഒരു ട്രിപ്പും കൂടി എടുത്താൽ കൊള്ളാമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കണതാണ്. 1-2 ട്രിപ്പും കൂടി എടുക്കാമെന്നുള്ളൊരു മൈൻഡിലിരിക്കണേ. പക്ഷേ അടിക്കാനില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പള്ളൂരത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ. അപ്പം തന്നെ അടിച്ച്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മടിയാണതിന് മുമ്പ് കൊച്ചിയിൽ നിന്ന് എങ്ങാടെങ്കിലും പതിയെ വല്ല എറണാകുളത്തേക്കൊക്കെ വിട്ട് പോവാന്ന് ഓർത്തിട്ട് സമ്മതിക്കൂല. ഇവിടെ നിന്ന് തന്നെ. അപ്പം ഇവിടെ തന്നെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറം അങ്ങോട്ട് അടിച്ചേക്കാൻ. ഊബറിലടിച്ചത് 130 രൂപ റേഞ്ചൊക്കെ കാണിച്ചത്. എന്തായാലും ഇനി പള്ളൂരത്തിൽ നിന്ന് അടിക്കുമായിരിക്കും പെട്ടെന്ന് തന്നെ. അങ്ങനെ അടിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നം ഇതാ, മടിയാവും. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. മടി പിടിപ്പിക്കും. കൊച്ചിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് എടുത്ത് പോകാമെന്ന് ഓർത്ത് ഇവിടെ നിന്നാൽ മടി പിടിക്കണ അങ്ങനെ പുറത്തോണ്ടാന്ന് തോന്നുന്നത്. കേരള സവാരിൽ പള്ളൂരത്തിൽ നിന്നത് മട്ടാഞ്ചേരിക്ക് ട്രിപ്പ് അടിച്ചേക്ക് 182 രൂപ. 7 കിലോമീറ്റർ. 7 കിലോമീറ്റർ പിക്കപ്പ്. സെൻറ്റ് സ്ക്വയർ മാള്. അതിൽ നല്ല കേരള സവാരിയിലെ ട്രിപ്പാണ്. 10 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഇതെടുത്തിട്ട് മട്ടാഞ്ചേരി ചെല്ലുമ്പോൾ അവിടെ നിന്ന് എറണാകുളത്തേക്ക് ട്രിപ്പ് അടിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി പിക്ക് ചെയ്യാനുള്ള പരിപാടി പോകട്ടെ. ഞാൻ കേരള സവാരിയിൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 189 രൂപ കിട്ടി. ഊബറിലായിരുന്നെങ്കിൽ ഊബറിൽ ഇതിന് മുമ്പ് ഒരു ട്രിപ്പ് MG റോഡിലേക്ക് അടിച്ചിട്ടുണ്ട് സെൻറ്റ് സ്ക്വയറിന് അങ്ങോട്ട്. അത് 200 സംതിങ് കാണിച്ചത്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 200 രൂപയൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന്. ഇല്ലെങ്കിൽ വല്ല 190 രൂപ 199 രൂപ അങ്ങനെയൊക്കെ കിട്ടുള്ളായിരിക്കും. അപ്പോൾ അത് 10-11 കിലോമീറ്റർ ഉണ്ടായി. ഇത് 7 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ലാഭമാണിത്. അതാണ് കേരള സവാരി എടുത്തത്. പിന്നെ ഇന്നലെ എനിക്കിത് വേണ്ട ഒരൊറ്റ ട്രിപ്പാണ് 727 രൂപ. ഇന്നലെ ഒരൊറ്റ ട്രിപ്പ് അടിച്ചതാണ്. ഇങ്ങോട്ടാണ് ഇന്നലെ ആ ട്രിപ്പ്. കുറുമശ്ശേരിയിൽ നിന്ന് തിരുവാണിയൂരിലേക്ക് 39 കിലോമീറ്റർ. അത് കുഴപ്പമില്ലാന്. നേരെ ഒറ്റടിക്ക് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് 700 സംതിങ് രൂപ. ഞാൻ കാലിക്കടിച്ച് പോകാനാന്ന് ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്നപ്പോഴാണ് ആ ട്രിപ്പ് കിട്ടിയത്. ഇന്നലെ അടിച്ചതാണ്. പിന്നെ അതുകൂടാണ്ട് റാപ്പിഡോയിലൊക്കെ ഓടിയുണ്ടായി. ഇപ്പം ഇത് എറണാകുളത്തൊക്കെ അത്യാവശ്യം സർജ ഉണ്ട്. എനിക്കിത് ഇപ്പം അടിച്ചേക്കണത് കരിമുകളിലേക്കാണ്. 500 സംതിങ് കാണിച്ചത്. എടുക്കണ വേണ്ടതെന്ന് ഓർത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചേക്കണേ. ഇവിടെ നിന്നൊരു 20-25 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. നമ്മൾ CNG കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് എടുത്തു കഴിഞ്ഞാൽ പണിയാവും. നൈസായിട്ട് ക്യാൻസൽ ചെയ്യാം. ഫെയർ ഉണ്ടായി 520 രൂപ ഉണ്ടായി 23 കിലോമീറ്റർ. പക്ഷേ ഇതാ സംഭവം. നമ്മളിപ്പോൾ ആ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ പണിയാവും. പിന്നെ CNG ഉണ്ടാവില്ല. ചെറിയ ട്രിപ്പ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു.
സത്യം പറഞ്ഞാൽ മടി പിടിച്ചിരിക്കണാണ് ഇപ്പൊ. നെട്ടൂർക്ക് ട്രിപ്പ് അടിക്കണേടാ. ഇവിടെ അടുത്തെന്ന് തന്നെ അടിച്ചേണം. പെട്ടെന്ന് തന്നെ പോയി പിക്ക് ചെയ്യട്ടെ. ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 1919 രൂപയായി. അപ്പോൾ രാവിലത്തെ ആ ഒരു പേഴ്സണൽ ട്രിപ്പും കൂടി കൂട്ടിയാൽ 1100 കിട്ടിയില്ല. അപ്പോൾ 3000. അപ്പോൾ നെട്ടൂര് ഷാപ്പിലേക്കായിരുന്നു ആ ട്രിപ്പ്. അതിൽ നമുക്ക് 246 കിട്ടി. അപ്പോൾ ഊബറിൽ മാത്രം നമുക്ക് ഒരു 1920 രൂപ കിട്ടുന്നുണ്ട്. രാവിലെ ഒരു 1100 പേഴ്സണൽ ട്രിപ്പിൽ കിട്ടിയതും കൂടി കൂട്ടിയാൽ 3000 രൂപ. പിന്നെ നമുക്ക് കേരള സവാരിയിൽ ഒരെണ്ണം കിട്ടി 182 രൂപ. അപ്പോൾ ഒരു 3200 രൂപ ആയിട്ടുണ്ട് നമ്മുടെ ഏണിങ്സ്. നൈസായിട്ട് ഞാൻ ഇപ്പോൾ CNG ചെയ്തുണ്ട്, അത് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഒരു കെട്ടുകളിന് അപ്പോൾ നൈസായിട്ട് ഓഫ്ലൈനിലാക്കാനുള്ള പരിപാടിയാണല്ല. പിന്നെ കുറേ നേരമായല്ലോ, അപ്പോൾ നൈസായിട്ട് നല്ല മടുപ്പ് പോയി. അപ്പോൾ എല്ലാം ഓഫ്ലൈനിലാക്കാണ് ഞാൻ. ഇനിയിപ്പോൾ CNG അടിക്കണം, അല്ലാണ്ട് നമുക്കിനി ട്രിപ്പ് അടിച്ചാലും നമുക്ക് അത് നഷ്ടമായിരിക്കും. അപ്പോൾ ഞാൻ നേരെ ഊബറും ഓഫ്ലൈനിലാക്കിയിട്ട് ഇവിടെ അരൂര് പമ്പ് ഇവിടെ അടുത്താണ്, അവിടെ പോയി CNG അടിച്ചിട്ട് ഇടക്കൊച്ചി വഴി നൈസായിട്ട് വീട്ടിലേക്ക് പോകാനുള്ള മൂടാണ്. നമ്മളപ്പോൾ ഒരു 1700 രൂപക്ക് CNG അടിച്ച് രാവിലെ. അത് പിന്നെ അതിൽ തന്നെയാണ് ഈ 10,3200 രൂപ ഓടിയേക്കണം നമ്മൾ. അപ്പോൾ ഒരു 2500 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് CNG കഴിഞ്ഞിട്ടാണെങ്കിലും. പിന്നെ 8 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിമുകളിലേക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ആ ട്രിപ്പ് അടിച്ചായിരുന്നു. വേറെ ട്രിപ്പൊക്കെ കുറേ അടിച്ചായിരുന്നു, ഞാൻ പിന്നെ എടുത്തില്ല. ദൂരെ പോകാനുള്ളൊരു മൂടുണ്ടായില്ല. നൈസായിട്ട് എങ്ങനെയെങ്കിലും ഒതുക്കാന്നുള്ളൊരു മൈൻഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഇങ്ങോട്ടും കൂടി ഈ ഒരു ട്രിപ്പ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അരൂര് പോയി CNG അടിച്ചിട്ട് അവിടെ ആകുമ്പോൾ അത്യാവശ്യം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് CNG അടിച്ച് നൈസായിട്ട് നിർത്തണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളു. എല്ലാ ദിവസവും ഇത്രയും ഓട്ടം ഉണ്ടാവില്ല, ചിലപ്പോൾ വിചാരിച്ചെങ്കിൽ ഇതിലും കൂടുതൽ ഓടാം. ഇനിയും വേണമെങ്കിൽ ഓട്ടം ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഊബറിൽ അത്യാവശ്യം സർജൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. എല്ലായിടത്തും ഇല്ല, എന്നാലും ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനിയും ട്രിപ്പ് അടിക്കും. പക്ഷെ നമുക്ക് ഒരുപാട് നേരമായി കഴിയുമ്പോൾ ആർക്കാണേലും മടുക്കുമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ഓട്ടമായിരിക്കും. ഇതിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാവും എന്നല്ല, ഇനി അങ്ങോട്ട് ഒരു ഈ ആഴ്ച, അതായത് ഇന്ന് ബുധനാഴ്ച എത്രാം തീയതിയാണ്? 19-ാം തീയതി ബുധനാഴ്ച, ഓഗസ്റ്റ് 19-ാം തീയതി ബുധനാഴ്ച. ഇതുപോലെ തന്നെ ഈ ഒരാഴ്ച അത്യാവശ്യം നല്ല ട്രിപ്പ് ഉണ്ടാവും. അടുത്ത ആഴ്ച ഓണായതുകൊണ്ട് അടുത്ത ആഴ്ച നല്ല രീതിക്ക് ട്രിപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയും കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടാവും നല്ല. പിന്നെ വീണ്ടും പഴയ അവസ്ഥ തന്നെയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു 10,200 ഓടാൻ പറ്റി, കുഴപ്പമില്ല. പിന്നെ രാവിലെ കുറച്ച് നേരം CNG അടിക്കാനൊക്കെ പോസ്റ്റായി. ഇനിയിപ്പോൾ ഇന്ന് രാത്രി അടിച്ചിട്ടുകൊണ്ടിട്ട് നാളെ രാവിലെ നമുക്ക് രാവിലെ തന്നെ ഓടാൻ തുടങ്ങാം. അങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടിയൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയല്ലേ, ബൈ.